എനിക്ക് തോന്നണം മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ഫീമെയിൽ മ്യൂസിക് ഡയറക്ടർ, ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല പിന്നീടും, പക്ഷേ ഉഷാ ഖന്ന അവർ ചെയ്തത് എല്ലാ പാട്ടുകളും ആ പടത്തിൽ അടിപൊളിയാണ്, ഭയങ്കര സ്വീറ്റ്. എനിക്ക് പ്രത്യേകിച്ച് ഈ പാട്ടിനോടുള്ള പ്രണയമാണ്. കാരണം വേറൊന്നുമില്ല, എൻ്റെ ടീനേജിൽ ഇറങ്ങിയ പാട്ടാണിത്. എന്നും അന്ന് റേഡിയോയിൽ കേൾക്കും ഇതിലത്തെ എല്ലാ പാട്ടുകളും. അപ്പോൾ എനിഹൗ ഐ ഷുഡ് ആൾസോ താങ്ക് യു ഫോർ ടേക്കിംഗ് ദിസ് പർട്ടിക്കുലർ സോങ്. ഞാനായിട്ട് എന്തിനാ കുറയ്ക്കണം, ഞാനും താങ്ക് യു. പിന്നെ ഒരു കാര്യം, അഞ്ചു പാടുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഓരോന്നിനും ഓരോ ഇൻ്റർപ്രട്ടേഷൻസ് ഉണ്ട്. ആ ഇൻ്റർപ്രട്ടേഷൻ എനിക്കിവിടെ തോന്നുന്നത് ഒരു ഹവായിൻ ഗിറ്റാറിൽ പാടി എങ്ങനെ ഇരിക്കും അതേപോലെ ഗ്ലൈഡുകളുടെ പൂരമാണ്. എവറി നോട്ട് ഈസ് കണക്റ്റഡ് വിത്ത് ഗ്ലൈഡ്. അതാണ് എൻ്റെ ബുദ്ധിമുട്ട് കേട്ടോ പാടാണ്. പക്ഷെ ഒറിജിനൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അതില് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഉണ്ടാവും. ജാനകിയമ്മ പോളിച്ച് എന്ത് അവരിതിൻ്റെ മാസ്റ്ററാണ് വിത്ത് ലോട്ട് ഓഫ് ഡൈനമിക്സ്. യു കുഡ് ഡു ദാറ്റ് വെരി വെൽ. ആ ഗ്ലൈഡ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ. പിന്നെ ആ സിന്ദൂരം ചാർത്തിയില്ല മന്ദാരം ചൂടിയില്ല ഇങ്ങനെ വലിച്ചു പാടുക എന്ന് പറയും. അതായത് താളത്തിൽ നിന്ന് ഇങ്ങനെ നമ്മൾ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഒരു വാക്ക് ഇങ്ങനെ അത് ഒറിജിനൽ ഉണ്ടോ അങ്ങനെ? സ്വന്തം കയ്യിൽ നിന്ന് ഇടുന്നുണ്ട്. അത് ഭാവം, പക്ഷെ അതിന് കൂടുന്നുണ്ട് കേട്ടോ. അത് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അടിപൊളി അടിപൊളി. അഞ്ജു കാണാൻ എന്ത് ഭംഗിയാ, വളരെ സുന്ദരിയായിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ ഇതൊരു ഗ്ലൈഡും ഡൈനാമിക്സും ഒക്കെ ഒരു ഡോക്ടറേറ്റ് എടുത്ത ഒരു പാട്ടാണിത്. എന്തുമാത്രം അത് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പാടാനായിട്ട്. വോയിസിന് കൺട്രോൾ കിട്ടാതെ അങ്ങനെ പിടിച്ചെടുക്കണം. അത് നന്നായിരുന്നു. ഇതില് എൻ്റെ മകന്, അവൻ ന്യൂജനാണ്, പക്ഷെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുള്ള ഒരു പാട്ട് ഇതിൽ മറ്റൊരു പാട്ടുണ്ട്, നീ മധു പകരൂ. നീ മധു പകരൂ. നീ മധു പകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ. നീ മധു പകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ. നീ മറയല്ലേ നീലനിലാമൊഴിയേ. നീ മധു പകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ. ആഹാ, ഇവിടെ ഒരു സിനിമാ നടനെ പോലെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ. അതെ, ഷൂസ് ഇട്ട്. അപ്പനും അമ്മയാണ്, അതായത് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയച്ഛനും. അത് ശരി, രണ്ടുപേരും ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? രണ്ടുപേരും അടുത്ത വാ വാ വാ. നല്ല ട്രെൻഡി ആയിട്ടുള്ള, അതെ, സ്പെക്സ് പുതിയ പിള്ളേര് വെക്കുന്ന സ്റ്റൈലാണ്. വാച്ച്, ഷൂസ്, കലക്കി. ഞാൻ പറയട്ടെ, ഇത് കാണുമ്പോ എന്റെ ഫാദർ ഇങ്ങനെയാ നടക്കുക. ഇത്രയും വയസ്സായിട്ട് അറിയില്ലേ, എന്റെ ഡാഡി ഇങ്ങനെയാ നടക്കുന്നത്. ഫുൾ സ്റ്റൈലിലേ നടക്കുള്ളൂ. ഇപ്പൊ ആര് സ്റ്റൈൽ കുറയ്ക്കാൻ പറഞ്ഞാലും he lives in his own happiness. അതാണ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ വേണം. എന്റെ ഫാദർ ഇങ്ങനെ തന്നെ നടക്കുക. ആണോ? ഞാൻ എന്നെ കുറിച്ചാ പറയണ്ടല്ലേ? അതെ, സാർ ഇങ്ങനെ നടക്കണേ. എന്താണ്? അതെ സാറിന് അവിടെ ആ പാനലിൽ ഇരിക്കുന്നവർ കാണാത്ത ഷൂസ് ഒക്കെ ഇട്ട്, ജീൻസ് ആൻഡ് ഷർട്ട് ആൻഡ് യു നോ വെരി കൂൾ. ഓക്കെ, അല്ല അച്ഛന്റെ പേര് അച്ഛനെ പരിചയപ്പെടുത്തി. രാജേന്ദ്രൻ. അമ്മയുടെ പേര് ഭാഗ്യലക്ഷ്മി. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പേരിന്റെ കൂട്ടിയിട്ടാണ് ഭാഗ്യരാജ്. അങ്ങനെയാണ് ഭാഗ്യരാജ് ഉണ്ടായത്. അങ്ങനെയാണ് ഭാഗ്യരാജ്. ഇനി വേറെ സർപ്രൈസ് കൂടെ ഉണ്ട്. അച്ഛൻ പാട്ട് പാടും ഞാൻ അറിഞ്ഞു അല്ലേ? ശരിക്കും അപ്പനെ മുന്നിൽ പാടാൻ ഞങ്ങൾക്ക് പേടി. അപ്പൻ എപ്പോഴും അത് ശരിയായില്ല, ഇത് ശരി, എല്ലാ ഡീറ്റെയിൽസ് എല്ലാം നല്ലോണം നോക്കും. അതുകൊണ്ട് പാടാൻ ഭയങ്കര പേടിയാ അപ്പനെ മുന്നിൽ.
അപ്പം നമുക്ക് അച്ഛന്റെ പാട്ട് Yes, രണ്ടുപേരും തീർച്ചയായിട്ടും, കേൾക്കാം അല്ലേ? ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയാ മധുര സ്നേഹ തരംഗിണിയായി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി കാലമമാകാശ ഗോപുര നിഴലിൽ കാലമമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി ഹൃദയവാഹിനി ഒഴുകുന്നു നീ ഒഴുകുന്നു നീ. അടിപൊളി. സാക്ഷാൽ MS വിശ്വനാഥൻ പാടുന്ന പാടുന്ന പോലെ. പോലെ തന്നെ. Thank you, sir. Thank you, sir. അല്ല, അഞ്ചു പറഞ്ഞത് ഇപ്പൊ മനസ്സിലായി. ഡാഡിയുടെ മുമ്പിൽ ഒന്ന് പാടാൻ പേടിയാണെന്ന്. പേടിയാ. അദ്ദേഹം ഒരു ചെറിയ ഡീറ്റെയിൽ പോലും വിടാതെ എന്തൊരു പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് പാടണം. അപ്പൊ നിങ്ങൾ ഫുൾ ഫാമിലി പാട്ടുപാടി നടക്കാണോ? അതെ, ആന്റി പാട്ടുപാടും? പാട്ടും പാടി പാട്ടും പാടി നടക്കുക. എന്റെ അച്ഛനും പാട്ടുകാരനാണ്, ഭാഗവതരായിരുന്നു. മണിഭാഗവതർ എന്ന് പറയും, തൃപ്പൂണിത്തുറ മണിഭാഗവതർ. ആ പീരിയലിയുടെ ഗുരുനാഥനായിരുന്നു. അതെ 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 അതെ. ബ്രദേഴ്സൊക്കെ പാട്ടുകാരാണ്, ചേട്ടന്റെ മക്കള് എല്ലാവരും സംഗീത കുടുംബം. എല്ലാവരും ഈ എല്ലാവരും. ചെറിയ ആളെയും കൂടെ നമ്മൾ ഇനി പാട്ട് പഠിപ്പിച്ചെടുത്താ അല്ല, പാടുന്നു, പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ടോ? ഓ ആ പാരമ്പര്യം ഫോളോ ചെയ്ത് വരണമല്ലോ. സംഗീത കുടുംബം. തീർച്ചയായിട്ടും. ഓക്കെ, അടിപൊളി.